നമ്പ്യാരെ, നിങ്ങൾ ഒരിക്കലും രാമപുരത്തെ മണ്ണിലേക്ക് തിരികെ വരാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേ എന്റെ ഭീഷണി നിങ്ങൾ അവഗണിച്ചു. അതിന്റെ ഫലമോ തന്റെ കൊച്ചുമകൾ. എന്താ പറഞ്ഞേ? അതേടാ, ആ വള്ളി പെണ്ണുണ്ടല്ലോ മാളു, അവൾ ഇടയ്ക്ക് കയറി വന്ന് സകലതും കുളമാക്കി. പക്കാ പ്ലാൻ ആയിരുന്നു. അവളത് പൊളിച്ചടുക്കി. അമ്മുച്ചേച്ചി, അമ്മുച്ചേച്ചി, എന്താ അങ്ങോട്ട് മാറി നിന്നേ. കാര്യം എന്താന്ന് പറ. അമൃതേച്ചിക്ക് ഈ ജ്യൂസ് കൊടുക്കണം. ഓ, അല്ലാതെ എന്നെ വീണ്ടും റൂമിൽ പൂട്ടിയിടാനുള്ള വരവല്ല ഇത്. സമാധാനം. തന്നെ ആ റൂമിൽ ലോക്ക് ചെയ്തെന്ന് ഞാനൊന്നും അല്ല. ആഹാ, ആണോ? ഞാനതങ്ങ് വിശ്വസിച്ചു. അങ്ങോട്ട് മാറ്. എവിടെ തന്നോടല്ലേ വഴി മാറാൻ പറഞ്ഞേ? അതെ, തൽക്കാലം ഇങ്ങോട്ടേക്ക് തള്ളിക്കയറി വരണ്ട. എടോ, ഈ ജ്യൂസ് അമൃതേച്ചിക്ക് കൊടുക്കണം. ആ, ജ്യൂസ് കൊടുത്താ പോരെ? ഇങ്ങ തന്നോ ജ്യൂസ്. ചേച്ചിക്ക് ഞാൻ കൊടുത്തേക്കാം. അത് വേണ്ട. ഇത് ഇവിടെ വരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ജ്യൂസ് കൊടുക്കാനും എനിക്കറിയാം. ആര് കൊടുത്താലെന്താ? അമൃതേച്ചി ജ്യൂസ് കുടിച്ചാ പോരെ? എന്റെ പൊന്നു കൊച്ചേ, നീ ഒന്ന് മാറിയെന്നേ. അങ്ങനെ ഇപ്പൊ മാറുന്നില്ല. ജ്യൂസ് ഞാനേ കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അമൃത ചേച്ചിയോട് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ പിന്നെ സംസാരിക്കാലോ. ഇപ്പോ ജ്യൂസ് തന്നിട്ട് പോവാൻ നോക്ക്. ജ്യൂസ് ഇങ്ങത്താ. ഞാൻ കൊടുത്തോളാം. തരാനല്ലേ പറഞ്ഞ? ജ്യൂസ് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. താ കുട്ടി. ഇങ്ങോട്ട് തരാൻ. താ കുട്ടി. വാടാ വാടാ. ചേച്ചി നിങ്ങൾക്കൊപ്പം സുരക്ഷിതയാണെന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഞാൻ. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയത്? ആദി, ഞാൻ ഒരു സാധ്യത പറയട്ടെ. ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടേ ചേച്ചി ഇവിടുന്ന് സ്വയം രക്ഷപ്പെട്ടതാണെങ്കിലോ? അതാകാനാണ് സാധ്യത. അതെ, അല്ലാതെ ചേച്ചിയെ വേറെ ആര് തട്ടിക്കൊണ്ടു പോവാനാ? ആദി, നീ ടെൻഷൻ ആവണ്ട. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ജോ, നീ എന്താ പറയുന്നേ? എന്റെ ചേച്ചി എനിക്കറിയാം. പുത്തമ്പൊരിക്കൽക്കാരെ മുഴുവൻ നാണം കെടുത്തി അവസാന നിമിഷം ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ എന്റെ ചേച്ചി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് പിന്നിലെ കാരണം വിവാഹം മുടക്കണമെന്ന് മാത്രമായിരിക്കില്ല. മറ്റെന്തോ കൂടി ചേച്ചി മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇനി ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നാ എന്റെ പേടി. ഇന്നലെ ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കാണുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ? എന്താ ആദി, നിന്നെ വീട്ടുകാരെ മറന്ന് ചേച്ചിയൊന്നും പ്രവർത്തിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. മുത്തശ്ശൻ ഇനി ഫേസ് ചെയ്യാൻ ചേച്ചിക്ക് പറ്റില്ല. അതുകൊണ്ട് ചേച്ചി എന്തെങ്കിലും ചെയ്യും, അതുറപ്പാ.
ദേ ഫോൺ. എന്താ നമ്പ്യാരെ, കല്യാണ പെണ്ണില്ലാതെ എങ്ങനെ കല്യാണം നടക്കുക? അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ നീയായിരുന്നല്ലേ? നീ എന്റെ മോളെ എന്താണ് ചെയ്തത്? നമ്പ്യാരെ, നിങ്ങൾ ഒരിക്കലും രാമപുരത്തെ മണ്ണിലേക്ക് തിരികെ വരാൻ പാടില്ലായിരുന്നെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേ എന്റെ ഭീഷണി നിങ്ങൾ അവഗണിച്ചു. അതിന്റെ ഫലമോ തന്റെ കൊച്ചുമകൾ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലായി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നമ്പ്യാരെ? രാമനുണ്ണി, എന്റെ അമ്മൂനൊരു പോറൽ പോലും ഏൽക്കാതെ അവളെ ഇവിടെ കൊണ്ടുവന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഒന്നോർത്തു രാമനുണ്ണേ, അമ്മൂൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഈ അച്യുതൻ നമ്പ്യാർ ആരാണെന്ന് അപ്പോൾ നീ അറിയും. കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോയിന്ന് മനസ്സിലാക്കിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ തല ഉയർത്തി നിൽക്കാൻ നിങ്ങൾ നടത്തുന്ന വൃഥാ ശ്രമമുണ്ടല്ലോ, അതും ഈ രാമനുണ്ണിയുടെ മുന്നില്. കല്യാണ പെണ്ണിനെ ആരോ കടത്തിക്കൊണ്ട് പോയെന്ന്. വേണ്ട നമ്പ്യാരെ, അമ്മാതിരി നമ്പറുകളൊന്നും വേണ്ട. രാമനുണ്ണി വിചാരിച്ച എന്തൊക്കെ നടക്കുമെന്ന് ഇപ്പൊ നമ്പ്യാർക്ക് ബോധ്യപ്പെട്ടല്ലോ. നമ്പ്യാരെ, ഇത്രയും കാലം അത് നിങ്ങളുടെ നല്ല സമയമായിരുന്നു. ദാ ഇപ്പൊ ഈ രാമനുണ്ണിയുടെ സമയം തുടങ്ങി. ഇനി കളി നിയന്ത്രിക്കുന്നത് ഈ രാമനുണ്ണിയാ. നമ്പ്യാര് ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാ മാത്രം മതി. രാജാ, അച്ഛാ, ഒട്ടും വൈകരുത്, പോലീസിനെ വിളിക്ക്. ചെല്ലാം. കൊച്ചറാണി, വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരുന്നതാ അച്യുതൻ നമ്പ്യാരുടെ ഈ പതനം. അയാളുടെ ചെറുമകൾ അമൃതയെ നിസ്സാരമായി കൊച്ചറാണി എന്റെ മുന്നിൽ എത്തിച്ചു.